ഓക്കെ സാർ, ഡോണ്ട് വറി. ഞാനുള്ളപ്പോ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഓക്കെ സാർ, ഓക്കെ സാർ. ചമ്മക് സിംഗ് കമ്മീഷണർ അടുത്തുനിന്നാണ് ഫോൺ വന്നത്. ഈ നഗരത്തിൽ മാസ്റ്റർ ജി എന്നും പറഞ്ഞൊരു സ്മഗ്ലർ വന്നിട്ടുണ്ടത്രേ. അതുകൊണ്ട് അവനെ എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ. ആ ഗട്ടുവും ബട്ടുവും നടുവിൽ കയറി കളിച്ചാൽ ഞാൻ കൊന്നുകളയും അവരെ. അയ്യോ സാറേ, ഇതിനകത്ത് ഗട്ടുവും ബട്ടുവും എവിടെന്നാ സാറേ വന്നത്? നീ ഒന്ന് മനസ്സിലാക്കണം, എപ്പോഴും കള്ളന്മാരെ പിടിച്ചിട്ട് പേരവന്മാര് തട്ടിയെടുക്കും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അതിനൊരിക്കലും അനുവദിക്കുകയില്ല. ഇത് സത്യം. ആദ്യം ഞാൻ അവര് രണ്ടുപേരെയും പിടിച്ച് ഈ ജയിലിൽ അടയ്ക്കും. എന്നിട്ട് ആ പുതിയ സ്മഗ്ലറിനെ ഞാൻ പിടിച്ച് നല്ല പേര് വാങ്ങും. ഓ കലക്കി സാറേ, സാറ് ഭയങ്കര സംഭവം തന്നെയാ സാറേ, മഹാനാണ് സാറേ. കണ്ടില്ലേ ബട്ടു, എന്ത് എളുപ്പത്തിലാണ് ഞാൻ ഈ സ്റ്റാച്ചു എടുത്ത് മലർത്തി അടിച്ചത്. ഇതിന്റെ പേരാണ് അൺആംഡ് കോംബാറ്റ്, അതായത് ആയുധമില്ലാതെ വഴക്കിടുന്നത്. നമ്മുടെ പ്രൊഫഷനിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ അറിയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടി നിനക്ക് കാണിച്ചു തരാം, അത് കഴിഞ്ഞ് നീ തന്നെ ചെയ്യണേ. ഇത് എന്റെ പിറകെ കൊണ്ടുവന്ന് വെക്ക്. ഇതൊക്കെയാണോ എന്റെ ഈശ്വരാ? ബട്ടു, ഗട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നമുണ്ടാവാൻ പോകുന്നു. പക്ഷെ എവിടെയാണെന്നറിയില്ല. വന്നോളൂ ബട്ടു, ഞാൻ റെഡിയാണ്. ഞാൻ കണ്ണ് മൂടിക്കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്, കണ്ടോളൂ. ഞാൻ ഇൻസ്പെക്ടർ മൻമാനിയാണ്. എന്നെ മൻമാനി സാറേ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എന്തെടുക്കാ? സോറി ഉണ്ട് കേട്ടോ, നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? നീ ഒരു ഇൻസ്പെക്ടറെയാണ് വേദനിപ്പിച്ചത്. ചമ്മക് സിംഗ്, ഇവനെ വന്ന് അറസ്റ്റ് ചെയ്യൂ. ഇവൻ ആ മാസ്റ്റർ ജി സ്മഗ്ലറിന്റെ ആളായിരിക്കണം. അതുകൊണ്ടാണ് ഇവൻ എന്നെ തല്ലിയത്. നിനക്ക് മനസ്സിലായില്ലേ? വേദനിച്ചിട്ട് വയ്യ എനിക്ക്. ഞാൻ എന്തായാലും ആ മാസ്റ്റർ ജി സ്മഗ്ലറിനെ പിടിക്കുന്നതായിരിക്കും. നീ വേണമെങ്കിൽ നോക്കിക്കോ. മൻമാനി സാറേ, ഞങ്ങൾക്ക് മാസ്റ്റർ എന്ന് പറയുന്ന സ്മഗ്ലറിനെ കുറിച്ച് അറിയില്ല. പിന്നെ അയാളുടെ ഒപ്പം ഞങ്ങൾ എങ്ങനെ ഉണ്ടാവാനാ? ബട്ടു, ഞാൻ നിനക്ക് അൺആംഡ് കോമ്പാക്ട് പഠിപ്പിച്ചു തന്നില്ലേ? ഇനി അൺആംഡ് റണ്ണിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ, സൂക്ഷിച്ചു നോക്കണേ. ഓൺ യു മാർക്സ്, ഗെറ്റ് സെറ്റ്, ഗോ. പ്രൊഫസർ, ആ മൻമാനി സാർ ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്. ഞങ്ങളെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കാവോ പ്ലീസ്? പ്രൊഫസർ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്താ ഒന്നും മിണ്ടാത്തത്? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളെ? പ്രൊഫസർ, നിങ്ങളുടെ ക്രിയേഷൻസ് കാരണം ഞങ്ങൾക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഒരിക്കലെങ്കിലും ഇതിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞൂടെ? അതെ പ്രൊഫസർ, ഞങ്ങൾക്ക് ഒരു ചാൻസ് തന്നൂടായിരുന്നു. ഇത് വ്യത്യാസമായിട്ടുണ്ടല്ലോ. ഇടി കൊണ്ടിട്ടും വീണ്ടും വീണ്ടും വേണമെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കൊതിച്ചു ചോദിക്കുമല്ലേ, എന്നാ വാങ്ങിക്കോളൂ. എന്താ പ്രൊഫസറെ ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പോഴാണോ കുട്ടിക്കളിക്കുള്ള സമയമല്ല, ഞങ്ങൾ സീരിയസ് ആണ്. ഓഹോ, നിങ്ങൾക്ക് എന്താ ഈ കാലത്ത് കാതും കേൾക്കാതെ ആയോ? നമ്മുടെ നാട്ടില് മാസ്റ്റർ ജി എന്നൊരു സ്മഗ്ലർ മാസ്ക് ഇട്ടുകൊണ്ട് എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇൻസ്പെക്ടർ മൻമാനി ഞങ്ങൾ അയാളുടെ ഫ്രണ്ട് ആണെന്ന് കരുതി ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഫേസ് മാറ്റി ആ മാസ്റ്റർ ജിയെ നല്ലോണം അന്വേഷിക്കൂ. അങ്ങനെയാവുമ്പോ മൻമാനിയും നിങ്ങളെ ശല്യം ചെയ്യില്ല. നിങ്ങളും മാസ്റ്റർ ജിയെ അന്വേഷിച്ചു തുടങ്ങും. ആ മുറിയിൽ ഫേസ് മാറ്റുന്ന എല്ലാ വസ്തുക്കളും ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലൂ. വാവ്, അതെയോ പ്രൊഫസർ? സൂപ്പർ സൂപ്പർ, അങ്ങനെ തന്നെ ആവട്ടെ. ഗട്ടു, ഇത് നോക്കിയേ, ഈ ബട്ടു എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഈ ബട്ടുവിന്റെ അകത്തുള്ള ഡിറ്റക്റ്റീവ് പറയുന്നു ഈ ജോലി എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. വാവ് ബട്ടു, എനിക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. നീ പോയി അയാൾ എവിടെയാണെന്ന് നോക്ക്. ഞാൻ അതിനുള്ളിൽ ഇന്റർനെറ്റിൽ അയാളെ കുറിച്ച് സെർച്ച് ചെയ്യാം. ഓക്കേ. ഹലോ ബട്ടു, ആ മാസ്റ്ററിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അയാളുടെ ശരിക്കുള്ള രൂപം തന്നെ ആയിരിക്കും. ഞാൻ 2-3 ഫോട്ടോസ് ഇപ്പൊ തന്നെ അങ്ങോട്ട് അയക്കാം. ഓക്കെ, ബൈ.
ഈശ്വരാ. ഹലോ ചേട്ടാ, ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇയാളെ കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോ ഒരു ഫോട്ടോ കാണിക്കാം. അയാൾ ഇവിടെ താമസിക്കുന്നുണ്ടോ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. നോ സർ, ഇദ്ദേഹം ഈ ഹോട്ടലിൽ താമസിക്കുന്നില്ല. ഇദ്ദേഹം ഇന്നലെയാണ് റൂം നമ്പർ 420 ചെക്ക് ഇൻ ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന് കോൾ ചെയ്യാം. വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ കോളൊന്നും ചെയ്യണ്ട. ആക്ച്വലി ഞാൻ അവന് സർപ്രൈസ് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ കാണുകയാണെങ്കിൽ ഭയങ്കര സന്തോഷപ്പെടും. അതുകൊണ്ടാ. സോ പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഇത് ഞാൻ നോക്കിക്കോളാം. ഓഫ് കോഴ്സ് നോട്ട് സർ. ഇപ്പൊ നിങ്ങൾക്ക് പോവാം. താങ്ക് യു. ഹലോ ഗട്ടു, കേൾക്ക്. ഹലോ ഹലോ ഇൻസ്പെക്ടർ മൻമണി സർ, ഞാൻ വിശ്രാംപൂർ ഇന്റർനാഷണൽ ഹോട്ടലിൽ നിന്ന് വിളിക്കുകയാണ്. സർ, ഞങ്ങളുടെ ഹോട്ടലിൽ ഒരാളല്ല, സംശയിക്കുന്ന രീതിയിൽ 2 പേര് വന്നിട്ടുണ്ട്. പ്ലീസ് ഒന്ന് വേഗം വരുമോ പ്ലീസ്? ഹലോ, നിങ്ങളാരാ? ഞാൻ നിങ്ങളുടെ മാസ്റ്റർ ജീനെ കാണാൻ വന്നിരിക്കുകയാണ്. നിങ്ങളാരാ? സാറേ, ഞാൻ ഭയങ്കര പ്രസിദ്ധമായ ഒരു പൂജാരിയാണ്. ഞാൻ മനുഷ്യരുടെ കൈ മാത്രമല്ല, മനുഷ്യന്മാരുടെ മുഖം വെച്ച് തന്നെ മനസ്സിലാക്കും അയാളുടെ ജീവിതം എങ്ങനെയുണ്ടാവുമെന്ന്. മുൻപിലുള്ള ആളുടെ ഭാവി കാലത്തെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. വളരെ വളരെ നന്ദി ജോത്സ്യരെ. പക്ഷെ എന്റെ ഭാവിയിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. അതെ, അങ്ങനെ ഇഷ്ടമില്ലെന്ന് പറയാൻ പാടില്ല. ഒരാളുടെ ജീവിതം എപ്പോഴാ മാറുന്നത് നമുക്ക് അറിയില്ല. നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് പകുതി കാര്യങ്ങൾ മനസ്സിലായി. നിന്റെ അകത്തൊരു മഹാൻ ഒളിഞ്ഞിരിക്കുകയാണ്. മഹാൻ. എത്രയും പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്ന എല്ലാ ഘട്ടങ്ങളും നിന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് ഭക്ത. നിനക്ക് വലിയൊരു സമ്മാനം കിട്ടാൻ പോകുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഫോട്ടോ ടിവിയില്, ബാനറില്, അങ്ങനെ എല്ലാ സ്ഥലത്തും വെക്കുന്നതായി നിനക്ക് കാണാൻ പറ്റും. കൈ നിറച്ച് പണവും പൊന്നും സമ്പത്തും അങ്ങനെ എല്ലാം നിന്റെ ജീവിതത്തിൽ വന്ന് ചേരുന്നതായിരിക്കും. സത്യം. മതി മതി ജോത്സ്യരെ. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് പറയാം. അതായത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ ഇപ്പൊ പറയാം. എന്താ മോനെ പറയുന്നേ? എനിക്കങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്താന്ന് പറഞ്ഞേ. വേഷം കെട്ടി വന്നിരിക്കുന്ന ജോത്സ്യ, ബ്രേക്ക് ഇല്ലാത്ത ട്രെയിനും എന്റെ അടിയിൽ തുടങ്ങിയാൽ നിൽക്കില്ല, പോയിക്കൊണ്ടേയിരിക്കും. എന്റെ താടി. ഇപ്പൊ അവിടെ ഇരുന്ന് ശാന്തമായി ഉത്തരം പറ. നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്? ശരി ശരി, ഞാൻ ഇപ്പൊ ഇരിക്കാം. എങ്ങനെ ചെയ്തേ? താഴെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് നിന്നോണ്ടേ സംസാരിക്കാം. അല്ല, നിങ്ങളല്ല, ഞാൻ മാത്രം നിന്നോണ്ട് സംസാരിക്കാം. മാസ്റ്റർ ജി, ഞാനൊരു സാധാരണ കള്ളനാ. കുറച്ച് കാശ് സമ്പാദിക്കാൻ വേണ്ടി നാട്ടുകാരെ പറ്റിച്ചോണ്ട് നടക്കുന്ന ഒരു സാധാരണ പാവം പയ്യനാണ് സാർ ഞാൻ. എനിക്ക് ജ്യോതിഷവും അറിയില്ല, ഫേസ് റീഡിങ്ങും അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളെ പോലെ തന്നെ വലിയ മനസ്സുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് എന്നെ വിട്ടേക്ക്. നിന്നെ ഞാൻ വിട്ടേക്കാം. പോ എന്റെ മുൻപിൽ നിന്ന്. ഇവിടെ നിൽക്കരുത്. ചിരിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ അവനെ ഫോളോ ചെയ്തു പോകൂ. അവൻ ചിലപ്പോ പോലീസിന്റെ ആളായിരിക്കാം. വേഗം പോകൂ. ഗട്ടു, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്നിട്ട് ഭയങ്കരമായിട്ട് അടിച്ചടാ. എവിടെയൊക്കെ അടിച്ചോന്നറിയോ? എന്റെ ബാക്കിലിട്ട് ഭയങ്കരമായിട്ട് അടിച്ചു. അറിയോ? അവന് വെറുതെ വിടരുത്. ആ മാസ്റ്റർ എന്റെ ഫ്രണ്ടിനെ തല്ലിയല്ലേ? നീ ഇവിടെ തന്നെ നിക്ക്. അല്ല, ഇവിടെ തന്നെ നിക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ വരാം. ഹലോ മാസ്റ്റർ ബോസ്. ഇവിടെ ഇരുന്ന് നോക്കാം. ഈ മാസ്റ്റർ ജിക്ക് വേറെ എവിടെയെങ്കിലും അടിച്ചാ പോരായിരുന്നോ? അവന്റെ ഫ്രണ്ട് മുകളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ആ വ്യാജ ജോത്സ്യന്റെ ഫ്രണ്ട് മേലേക്ക് വരുന്നുണ്ടത്രേ. ഞാനിപ്പോ എന്റെ പേഴ്സണൽ റൂമിലേക്ക് പോകാണ്. അവൻ വന്നതും നിങ്ങൾ നിങ്ങളുടെ പണി ആരംഭിക്കൂ. ഓരോ അടിയും എനിക്ക് അകത്ത് കേൾക്കണം.
ഞാനാണ് മൻവാണി എന്ന് ആർക്കും മനസ്സിലാവരുത്. ഇതായിരിക്കണം ആ മാസ്റ്റർ ജി താമസിക്കുന്ന മുറി. ചമ്മക് സിംഗ്, ഞാൻ പറയുന്ന ഹോട്ടലിലേക്ക് വേഗം ചായ എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. ഇപ്പൊ തന്നെ. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. നിങ്ങളിൽ മാസ്റ്റർ ജി ആരാണ്? വേഗം പറയൂ. പറ. ഗട്ടു, നീ ഇവിടെ എത്തിയോ? ഇവരെന്റെ ഫ്രണ്ടിനെ ഇടിച്ചു. അത് ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എന്നെ ഒന്നും നിനക്ക് ശരിക്കും അറിയില്ല. ഇവരെന്റെ ഫ്രണ്ടിനെ ഇടിച്ചെന്നേ. എന്നാ പിടിച്ചോ. ഓടിക്കോ. അല്ല നിക്കണേ മാസ്റ്റർ, എങ്ങോട്ടായി പോകുന്നത്? എന്റെ ഫ്രണ്ടിനോട് ശരിക്കും എന്താണ് പറഞ്ഞത്? അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടി നിർത്തത്തില്ല, അയാളെ കൊന്നു കളഞ്ഞിട്ടേ വെറുതെ ഇരിക്കുള്ളൂ എന്ന്. ശരിയല്ലേ? എന്നാ ഞാനും കൂടി നോക്കട്ടെ അടിച്ചു കഴിഞ്ഞാൽ നിക്കാൻ പറ്റുമോന്ന്. എന്തായി ചെയ്യുന്നത്? ഞാൻ മാസ്റ്റർ ജി അല്ല, ഞാൻ ഇൻസ്പെക്ടർ മൻമാണിയാണ്. അയ്യോ, ഒന്ന് നിർത്തൂ. സോറി മൻമാനി സാറേ, എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങളാണ് ശരിക്കും ഇവിടെ വന്നതെന്ന്. സോറി ഉണ്ടേ, വളരെ വളരെ സോറി. ഇൻസ്പെക്ടർ സാർ, ഇതുവരെ എന്നെ ആർക്കും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിന്നെ കൊണ്ടും ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. അവിടെ നിൽക്കാൻ. ബട്ടു, വണ്ടി എടുത്തോണ്ട് വാ. മാസ്റ്റർ ജി പുറകിലോട്ട് നോക്കി. അവനെ വിടുന്നത് കേട്ടു. പെട്ടെന്ന് പോ. വേഗം ഓടിക്ക് ചമ്മക് സിംഗ്. അല്ല, ഇവനെന്താ തിയേറ്ററിന്റെ സൈഡിലേക്ക് പോകുന്നത്? Wow. ഓ സോറി, ഇന്ന് സ്റ്റുഡൻസ് അല്ല മാസ്റ്ററാണ് ഷോ ചെയ്യാൻ പോകുന്നത്. ഡോണ്ട് മൈൻഡ്. ഒച്ച വെക്കാതെ അകത്ത് തന്നെ ഇരുന്നോണം. എല്ലാരും ഹംപ്റ്റി ഡംപ്റ്റിയെ കാണൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു റൈംസ് പാടാൻ പോവുകയാണ്. കുട്ടികളെ, ഇന്നത്തെ ഷോ ശരിക്കും രസകരമായിരിക്കും. നോക്കൂ. ഹംപ്റ്റി ഡംപ്റ്റി സാറ്റ് ഓൺ എ ബോൾ. സിൻഡ്രല്ല. മാസ്റ്ററെ, മിണ്ടാതെ ഞങ്ങളുടെ ഒപ്പം വന്നോളൂ. നിങ്ങളുടെ കള്ളക്കളികളൊക്കെ പിടിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു? സിൻഡ്രല്ല എവിടെ നിന്നാ ഇപ്പൊ വന്നത്? നീ നിന്റെ കവിത വായിക്കേ. ആര് വരുന്നു ആര് പോന്നു എന്നുള്ളത് നീ നോക്കണ്ട. അത് നോക്കവിടെ ഹംപ്റ്റിന്റെ കൂടെ സിൻഡ്രല്ല ഇരിക്കുന്നേ. അത് കണ്ടോ? ഹംപ്റ്റി ഡംപ്റ്റി സാറ്റ് ഓൺ എ വാൾ. ഹലോ. ഹംപ്റ്റി സിൻഡ്രല്ല റെഡ് റൈഡിംഗ് ഹുഡ്. ഞാൻ നിങ്ങളെ അടിക്കും. ഇത് കഴിഞ്ഞ് എനിക്ക് പാടാൻ പറ്റുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? അനങ്ങിപ്പോകരുത്. എന്താ ഇത്?
പിള്ളേരൊക്കെ എന്നെ കണ്ട് പേടിച്ചു പോയോ? പക്ഷേ എനിക്കാണ് പിള്ളേരെ കാണുമ്പോൾ പേടിയാവുന്നത്. മാസ്റ്ററെ, ഞങ്ങള് പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളുടെ കള്ളക്കളികളൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഒപ്പം വരൂ. മാസ്റ്റർ ജിയെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബ്രേക്ക് ഇല്ലാത്ത ട്രെയിനും എന്റെ അടിയും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കുകയേ ഇല്ല. ഗഡു, രക്ഷിക്കണേ. രക്ഷപ്പെട്ടു. ഗഡു, ഗഡു, രക്ഷിക്കണേ. അവിടെ നിൽക്കും മാസ്റ്റർ ജി. നിന്റെ കയ്യിലുള്ള ആയുധം താഴെ ഇട്ടിട്ട് ഇപ്പൊ നീ എന്റെ മുന്നിൽ സറണ്ടർ ആയേ പറ്റൂ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ അടി മതിയോ? അല്ല, ഇനി വേണ്ട വേണ്ട, എന്നെ വിട്ടേക്കൂ, എന്നെ വിട്ടേക്കൂ, വിട്ടേക്കൂ. എനിക്ക് വേദന എടുക്കുന്നു. എന്നെ അടിക്കല്ലേ, വേണ്ട. എനിക്ക് വേദന എടുക്കുന്നു. എന്നെ അടിക്കല്ലേ. തള്ളരുത്, എന്നെ തള്ളരുത്, വേദനിക്കുന്നു. വേണ്ട വേണ്ട. ഞാൻ നിന്നോട് കുറെ നേരമായി പറയുന്നു, ഇനി എന്നെ നീ തള്ളരുത്, തള്ളരുത്. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഗഡു, ഞാനിതാ എത്തി. ഗഡു, എന്നെ വീണ്ടും തല്ലി. ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നുമല്ലാതാകുന്നു. എന്നാ പിടിച്ചോ. എന്താ മാസ്റ്ററെ, അടി വാങ്ങിയത് പോരെ? എന്നാ ഡിസ്ക. എന്താ ഇനിയും വേണമെന്നോ? ഡിസ്ക. മാസ്റ്റർ ജി, പോയിട്ട് വരൂ ജി. വാ വാ. മതിയായില്ലെന്ന് തോന്നുന്നു അല്ലേ? എന്നാ പിടിച്ചോ. എങ്ങോട്ടാണ് ഈ ഓടുന്നത്? വാങ്ങിച്ചിട്ട് പോ. എന്റെ മാപ്പാക്കണം. ഇൻസ്പെക്ടർ സാർ, എന്നെ വിട്ടേക്കാൻ പറയൂ. എനിക്ക് അടി സഹിക്കാൻ വയ്യ. അടി നിർത്താൻ സമയമായില്ല. ഒരെണ്ണം കൂടി വാങ്ങിക്കേ. എപ്പോഴും ഓർത്തിരിക്കുക, ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല.